ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വെജിറ്റബിളിൻ്റെ എട്ടിയിൽ ഒരാൾ കേട്ടോ ഇത് സ്വീറ്റ് കോൺ പിന്നെ വാങ്ങിയേക്കാമെന്ന് എഴുതിട്ടോ. അപ്പോൾ മോനൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതി. അപ്പോൾ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ട് 2 ദിവസമായി കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് എഴുതി. എന്താണ് അവസ്ഥ എന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആളൊക്കെ ഓക്കെയാണ് കേട്ടോ. കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് താടി മുടിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ആദ്യം കവറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് താടി മുടിയൊക്കെ കളഞ്ഞ് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ പണിയൊന്ന് തുടങ്ങാം. അപ്പോൾ ക്ഷമയോടുകൂടി വേണം കേട്ടോ ഈ സ്വീറ്റ് കോൺ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പേരെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടർത്തിയെടുക്കണം കേട്ടോ. ഇത് ഓരോന്നായിട്ട് നമുക്ക് അടർത്തിയെടുക്കണം. ചോളം വേവിക്കുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം കത്തിയും കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിയിട്ട് വരും, അത് സാരമില്ല. പിന്നെ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ സിമ്പിളായി തന്നെ പോരും കേട്ടോ. ആദ്യത്തെ മാത്രം ഒന്ന് കത്തിയും കൊണ്ട് ആക്കിയാൽ മതിയാവും. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇതൊന്ന് ആവിയേറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് സ്വീറ്റ് കോൺ കുറച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി അധികമായതുകൊണ്ട് തന്നെ 2 തട്ടിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 തട്ടിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ ഇത് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതും കൂടാതെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ സ്വീറ്റ് കോൺ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തട്ടിലാക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പിട്ട് മൂടിക്കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതാ വന്നു. അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്വീറ്റ് കോണൊക്കെ. അപ്പോൾ ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ. കൈയൊക്കെ സൂക്ഷിച്ച് മാറ്റി കൊടുക്കാം, പൊള്ളണ്ട. അപ്പോൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. 2 തട്ടിലും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെപ്പർ കേട്ടോ. സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ബട്ടർ കേട്ടോ. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ചിലർക്ക് ബട്ടർ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ചൂട് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് അതിൽ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബീച്ചിൽ നിന്നും അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു വൈബ് വരാനായിട്ട് ഞാനിതങ്ങ് ഇതുപോലെ ചായക്കപ്പിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണല്ലോ നമുക്കവർ തരാറ്. അപ്പോൾ ആ ഒരു വൈബ് ഫീൽ കിട്ടാനായിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.